ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 8 പാനൽ അനാർക്കലിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആയിട്ട് നമ്മൾ കട്ടിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. കട്ടിങ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ 8 പാനൽസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 4 എണ്ണം വലിയ സൈസുള്ള പാനൽസാണ്, അതുപോലെ തന്നെ ബാക്കി 4 എണ്ണം കുഞ്ഞി പാനൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ചിരിക്കണ കണ്ട് അറിയാൻ പറ്റും, ഇത് വലിയ പാനലാണ്, ഇത് കുഞ്ഞി പാനലാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് 4 പാനലാണ് വേണ്ടത്. അതിൽ 2 എണ്ണം വലിയ പാനലും 2 എണ്ണം കുഞ്ഞി പാനലും ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. സെയിം ഇതുപോലെ തന്നെയാണ് ബാക്കിലും ഇതുപോലെ 2 എണ്ണം വലിയ പാനലും 2 എണ്ണം കുഞ്ഞി പാനലും നമുക്ക് വേണം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിലേക്കുള്ള പാനൽസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ചെയ്യാനായിട്ട് വലിയ പാനൽ ഇതുപോലെ 2 എണ്ണം ഞാൻ മാറ്റി വെച്ചു. അതുപോലെ തന്നെ കുഞ്ഞി പാനലും 2 എണ്ണം ഞാൻ ഫ്രണ്ടിലേക്കായിട്ടുള്ള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു വലിയ പാനലൊന്ന് മാറ്റുകയാണ്. ഞാനിവിടെ 2 കുഞ്ഞി പാനൽ ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു സൈഡ് സ്ട്രെയിറ്റ് ആണ്, മറ്റേ സൈഡ് ഇതുപോലെ ഷേപ്പായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഇതിൽ ഈ സ്ട്രെയിറ്റ് വരുന്ന ഭാഗം രണ്ടും ഒരുമിച്ച് വയ്ക്കാൻ പോവാണ്. രണ്ടിൻ്റെയും സ്ട്രെയിറ്റ് വരുന്ന ഭാഗം ഒരുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതിനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. നമ്മൾ തയ്ക്കാനായിട്ട് 2 കുഞ്ഞി പാനലിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ തയ്ച്ചതിന് ശേഷം കാണിക്കുക കേട്ടോ. തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ആയിരിക്കും പാനൽസ് കിട്ടുക. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു പാനൽ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പാനൽസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 പാനൽസ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതാണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് 4 പാനൽസ് ആണ് വേണ്ടത്. 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു സൈഡിലേക്ക് ഓരോ സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് സൈഡിലേക്ക് നമ്മൾ വലിയ പാനൽസ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 2 വലിയ പാനൽസ് എടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പാനൽ എങ്ങനെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പാനലിന്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു സൈഡ്, ഈ ഒരു പാനലിന്റെ ഷേപ്പ് കട്ട് ചെയ്തില്ലേ, ആ ഒരു സൈഡുമായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. വലിയ പാനലിന്റെ സ്ട്രെയിറ്റ് സൈഡാണ് ഈ ഒരു ഷേപ്പുള്ള സൈഡിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യണേ. അതിനായിട്ട് 2ൻ്റെയും നല്ല വശങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാം. അപ്പൊ ഇതുപോലെ 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. അപ്പൊ ഇതുപോലെ 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഞാൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തയ്ച്ചതിന് ശേഷം കാണിക്കാം. അപ്പൊ നിവർത്തി ഇടുമ്പോ ഇതുപോലെ നല്ല വിരിവിൽ നമുക്ക് ഈ ഒരു സൈഡ് കിട്ടും കേട്ടോ. ഷേപ്പ് വരുന്നത് ഈ ഒരു സൈഡിലേക്കും പോവും. അപ്പൊ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം കാണിക്കാം. നമ്മളിപ്പോൾ ഇവിടെ 3 പാനൽസ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു സൈഡിലേക്കുള്ള പാനൽ ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് വലിയ സൈസ് ഒരു പാനൽ നമ്മൾ എടുക്കുകയാണ്. അതിനുശേഷം 2ൻ്റെയും നല്ല വശങ്ങൾ നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനൽ എങ്ങനെയാണോ വെച്ച് ആ സെയിം മെത്തേഡിലാണ് ഇതും വെച്ച് കൊടുക്കണ്ടേ. ഈ ഒരു വലിയ പാനലിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഇവിടെ വന്നിരിക്കണേ. ഇനി നമുക്ക് ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പൊ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഭംഗിയായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്കുള്ള 4 പാനൽസ് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ 4 പാനൽസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ബാക്ക് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പാനൽസിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ ചെയ്തു വെച്ച ബാക്ക് പോർഷൻ ചേർത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ 2 പാനൽസും ചേർത്ത് വെച്ചിട്ടുണ്ട്.
ഫ്രണ്ടിലേക്കുള്ള പാനലും ബാക്കിലേക്കുള്ള പാനലും ഇതുപോലെ ചേർത്ത് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സാധാരണ നമ്മൾ എന്ത് മെഷർമെൻറ്റ്സ് ആണോ കൊടുക്കുന്നത് ആ ഒരു മെഷർമെൻറ്റ്സ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പുറത്തേക്കാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു മുകളിലായിട്ട് ഞാനിവിടെ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നേരെ അടിയിലേക്ക് ആം ഹോളും 7 ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നേരെ അടിയിലേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത പോയിന്റിൽ നമുക്ക് ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് 9.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ചെസ്റ്റിന്റെ 4-1 9.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനെ സ്ട്രെയിറ്റ് അങ്ങ് വരച്ചു. അതിന്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ആ ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഷേപ്പിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഷേപ്പ് ലെങ്ത് 14 ഇഞ്ചാണ്, അത് ഞാൻ മാർക്ക് ചെയ്തു. ഇനി അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഷേപ്പിന്റെ അവിടുത്തെ വണ്ണം ഞാൻ 8.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നേരെ അടിയിലേക്ക് ഹിപ്പിന്റെ ലെങ്ത് ഞാനൊരു 19 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ഞാനൊരു 10.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ തയ്യൽ തുമ്പ് ഞാൻ 1 ഇഞ്ച് മാത്രമാണ് കൊടുക്കുന്നത്. ആ ഒരു 1 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റുകളൊക്കെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിന്റെ ആ ഒരു കർവ് വരയ്ക്കാം. അതിനായിട്ട് ഈ ഒരു അടിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് ഞാനൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എവിടെയാണ് 3.25 ഇഞ്ച് വരണേ. ഇനി നമുക്ക് ആ ഒരു കർവ് ഭംഗിയായിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ആം ഹോൾ കർവും വരച്ചിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് ഈ ഒരു പോയിന്റിന്റെ അടിയിലേക്ക് എ ലൈനായിട്ട് ഡയഗണലായിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഡയഗണലായിട്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെ അടിവരെ നമ്മൾ ഡയഗണലായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ വരച്ചേക്കട തന്നെ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു പാനൽസിന്റെ അടിവശത്ത് കയറ്റിറക്കം ഉണ്ടാവും. അതങ്ങനെ സാധാരണയായിട്ട് വരും കേട്ടോ. അപ്പൊ പേടിക്കണ്ട. ഇനി നമുക്ക് ഇതങ്ങ് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടേ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്ത് കറക്റ്റായിട്ട് ഈ ഒരു അടിവശം അങ്ങ് ഷേപ്പ് ചെയ്ത് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ലെങ്ത് കുറച്ച് കൂടുതലിട്ടാണ് കട്ട് ചെയ്തത്. അപ്പൊ ഞാനിതങ്ങ് ലെവൽ ചെയ്തങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അടിഭാഗം നമ്മൾ ലെവൽ ചെയ്ത് കട്ട് ചെയ്തു. ഇനി ഈ ഒരു അടിവശത്തു നിന്ന് മുകളിലേക്കായിട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു അടിഭാഗം തൂങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഷേപ്പ് ചെയ്തങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു അടിവശം നമ്മൾ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടിലെ ആംഹോൾ മാത്രം ഒന്ന് ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ ബാക്ക് പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ബാക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ ആംഹോൾ മാത്രം അങ്ങ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫ്രണ്ടിലെ ആംഹോളും നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പീസ് ക്ലോത്തിനെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷൻ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഫ്രണ്ട് പോർഷൻ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അത് പുറത്തേക്ക് ആവുന്ന പോലെ വെച്ച് കൊടുത്തേരാം കേട്ടോ.
അപ്പോൾ ദേ ഇതുപോലെയാണ് ട്ടോ വെച്ച് കൊടുത്തിരിക്കണേ. ഈ ഒരു പീസിൻ്റെ മടക്ക് വശം വരുന്നത് ഈ ഒരു സൈഡിലാണ്. ഇനി നമുക്കിതിൽ വേണ്ട നെക്കിൻ്റെ വീതിയും നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്ത് നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നെക്കിൻ്റെ വീതി 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് 3.5 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. അടുത്തതായിട്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. നെക്കിൻ്റെ ഇറക്കം ഞാൻ 5.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് 5.25 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഞാൻ എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. ഞാൻ വി നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ ഒന്ന് ഡയഗണലായിട്ട് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വരച്ചേക്കടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അടിയിലുള്ള തുണിയും കൂടി നമ്മൾ ഒരുമിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സ്കെയിലിൻ്റെ വലുപ്പത്തിൽ ഞാൻ വരച്ചു കൊടുത്തിട്ട് അതേക്കടെ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കാനുള്ള പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു 2 സൈഡും നമുക്ക് മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. നമ്മളിതിൻ്റെ അരികു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെക്കിലേക്ക് വെച്ച് നമുക്കിതങ്ങ് തയ്ച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസ് കറക്റ്റ് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് അതേ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ കണ്ടിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ബാക്കോട്ട് മറിച്ച് കൊടുക്കാം. ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് എങ്ങനെയാണോ ചെയ്തത് സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് നെക്കും നമുക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വീതി സെയിം 3.5 ഇഞ്ച് തന്നെ. അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഇറക്കം ഞാൻ 4 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല. ഇതെങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കും ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്ത പോലെ തന്നെ ബാക്ക് നെക്കും ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ഞാൻ 5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ബാക്ക് പോർഷന് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷന് നല്ല വശം ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം 1/2 ഇഞ്ചിൽ ഞാൻ 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഈ ഒരു സൈഡ് ജോയിൻ ചെയ്യണ പോലെ തന്നെ ആ ഒരു സൈഡും ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 സൈഡിലും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണേക്ക് മുമ്പായിട്ട് സ്ലീവിൻ്റെ അരികു വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സാധാരണ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഷോൾഡർ ജോയിൻറ്റിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കാം. അങ്ങനെ സെൻറ്ററും ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ. അങ്ങനെ 2 സൈഡിലും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തു. അതുപോലെ തന്നെ സൈഡ് ഷേപ്പ് ചെയ്തു. അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ 8 പാനൽ അനാർക്കലിയുടെ സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.